ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്ത് വർഷയോട് അച്ഛനുമായിട്ട് സംസാരിക്കാനും എല്ലാത്തിനും വേദയാണോ എന്നൊരു സംശയം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തായിരിക്കും അവൾ പാർപ്പിച്ചിരിക്കുക. അത്രയും ബുദ്ധിമതിയാണല്ലോ തൻ്റെ പെങ്ങള് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് എപ്പോഴും അവളെ വാച്ച് ചെയ്യാൻ തന്നെ തീരുമാനിക്കാനും ഈ സമയം വിക്രം ആ വീട്ടിൽ തന്നെ 2 ദിവസം കൂടെ ആ വീട്ടിൽ നിൽക്കാമെന്ന ധാരണയിലാണ്. ഇഷിതയുടെ സഹായത്തോടു കൂടെ എങ്ങനെയെങ്കിലും വിക്രമിനെ വീട്ടിലെത്തണം. അങ്ങനെ വേദ അവൻക്കൊരു സിമ്മ് കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഫോണിൽ നിന്ന് അവൻ്റെ സിമ്മ് ഊരി മാറ്റിയതിനു ശേഷം സിം കാർഡ് എടുക്കുകയാണ്. അതിനുശേഷം വിക്രമിനോട് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ ഫോണിലേക്ക് വിളിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് വേദ വീട്ടിലേക്ക് വരുന്നത്. ആ സമയം ശ്രീകാന്ത് അവളോട് ചോദിക്കും, അല്ല നീയല്ലേ രാവിലെ കാർ കഴുകിയിട്ടത്, പിന്നെന്താ കാറില്ലാതെ ടാക്സി വിളിച്ചു പോയത്? എനിക്ക് കാർ എടുക്കാൻ തോന്നിയില്ല, അത്ര തന്നെ. ഓ, നീ എങ്ങോട്ടാടി അഹങ്കരിച്ച് കയറുന്നത്? ഇതൊന്നും നല്ലതിനല്ല. ശ്രീയേട്ടൻ ഇപ്പോൾ എന്താ വേണ്ടത്? ഞാൻ കാർ എടുക്കാതെ പോയതാണോ പ്രശ്നം? ഓ, നിന്റെ ഈ പോക്ക് വരവൊന്നും അത്ര ശരിയല്ല, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വേദ തൻ്റെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് വേഗം വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രമും അവളും കൂടെ സംസാരിക്കണേ. ഇഷിത അവിടെ നിന്ന് പോയോ? അതെ പോയി എന്ന് അവൻ പറയാണ്. എന്തായാലും വിക്രം എത്രയും 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുമല്ലോ, അതാ ഒരാശ്വാസം. ശരിക്കും എനിക്ക് നല്ല ഭയമുണ്ട്, അവിടുന്ന് ആരെങ്കിലും കണ്ടാൽ അതോടെ തീർന്നില്ലേ. ഇവിടെയാണ് സേഫ്, മറ്റെവിടെയും വിക്രമിനെ എനിക്ക് പാർപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാട്ടോ. അതിനുശേഷം ആണെങ്കിലോ വേദയും വിക്രമും വളരെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാണ്. വീട്ടിലാണെങ്കിലോ ബോധരഹിതയായി വീണ് പോവാണ് കമല. എല്ലാം കൂടെ ഓർത്തിട്ട് തൻ്റെ മകനൊരു കൊലപ്പുള്ളിയാണ്, മകനെ കൊല്ലാനായിട്ട് ആളുകൾ ഓടി നടക്കുന്നതെല്ലാം ഓർത്ത് കമലക്ക് വല്ലാതെ ഭയം തോന്നി. വാസവം വന്ന് ഭീഷണിപ്പെടുത്തിയതോടു കൂടെ കമല താഴെ വീഴുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അമ്മയെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാട്ടോ. അങ്ങനെ വേദയെ ഏത് സമയം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ വർഷയെ ഏർപ്പാടാക്കുന്നത് ശ്രീകാന്ത്. അവളുടെ പോക്കുവരവെല്ലാം ശ്രദ്ധിച്ചേക്കണം, അവൾ എവിടെ പോയാലും അപ്പം തന്നെ എന്നെ വിവരം അറിയിക്കണം. എന്നാൽ വേദ ആണെങ്കിലോ ആ വീട്ടിൽ തന്നെ കഴിയുന്നുണ്ട്. വേദ വിക്രമിന് സമയത്ത് ഫോൺ വിളിക്കുന്നതുകൊണ്ട് തന്നെ താൻ ഈ വീട് വിട്ടു പോയാൽ തന്നെ സംശയിക്കുമെന്ന് മനസ്സിലാക്കിയ വേദ വിക്രമിനെ കാണാൻ പോകുന്നില്ല. ഇഷിതയോട് കാര്യം പറയുന്നത്, ഇഷിത നീ പോകുന്ന ദിവസം മാത്രമാണ് അവനെ വിക്രമിന് എൻ്റെ വീട്ടിലേക്ക് മാറ്റുന്ന ആ ഒരു ദിവസം മാത്രമേ ഇനി ഞാൻ അങ്ങോട്ട് വരൂ. ഇവിടെ ഞാൻ പോകുന്നതും വരുന്നതും ശ്രദ്ധിച്ച് എന്നെ ഫോളോ ചെയ്ത് ആരെങ്കിലും വന്നാൽ അതോടെ തീർന്നു. അത് ഞാൻ അങ്ങ് പറയാനിരിക്കായിരുന്നു. എന്തായാലും വിക്രമിനെ സുരക്ഷിതമായിട്ട് നിന്റെ വീട്ടിലേക്ക് എത്തിക്കാം, ഞാൻ സഹായിക്കാം. അങ്ങനെ ഇഷിത ആ പറഞ്ഞ പ്രകാരം വേദ രാത്രി തന്നെ പുറത്തേക്ക് പോവാട്ടോ. വേദ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പുറത്ത് പോവായിരിക്കും. ശ്രീകാന്ത് വർഷയും നന്നായി ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയവൾ താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വീശിതയാണെങ്കിലോ ആ സമയത്ത് വിക്രമിനെയും കൊണ്ട് ഗേറ്റിന് മുമ്പിൽ വന്നു നിന്നിട്ട് വേദയെ വിളിക്കാണ്. വേദ, ഞങ്ങളിവിടെ ഗേറ്റിന് മുമ്പിലുണ്ട്. ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞ് വേദ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിക്രമിൻ്റെ മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷിത ഒരു കവറിലായിട്ട് അവളുടെ കയ്യിൽ കൊടുക്കുക. വിക്രമുമായിട്ട് അവൾ പതിയെ മുകളിലേക്ക് പോകുന്നുണ്ട്. വിക്രമിൻ്റെ കാലിൻ്റെ മുറിവിളകി അതിൽ നിന്ന് രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരും കൂടെ മുറിയിലെത്താണ്. തറയിലെല്ലാം രക്തം പുരണ്ട് കിടക്കുന്നു. അങ്ങനെ വിക്രമിനെ ബെഡിൽ കിടത്തിയതിനു ശേഷം അവൾ അതെല്ലാം ക്ലീൻ ചെയ്യാണ്. അങ്ങനെ വിക്രമും വേദയും വളരെ റൊമാൻറ്റിക്കായിട്ട് ആ റൂമിൽ കഴിയട്ടോ. പിറ്റേന്ന് രാവിലെ അവന് വയറ് പൊത്തിപ്പിടിച്ച് എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് വേദയോട് പറയുമ്പോൾ, ശബ്ദമുണ്ടാക്കാതെ ഇവിടെ ഇരിക്കും, ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ വേദ താഴേക്ക് ചെല്ലുന്നുണ്ട്. പതിവിലും കൂടുതൽ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി പോകുന്ന വേദയോട് അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല വേദ, നീ എന്താ ഇവിടെ ഇരുന്ന് കഴിക്കാത്തത്? ഒന്നുമല്ല, ഞാൻ റൂമിൽ ഇരുന്ന് കഴിച്ചോളാം. അതെന്താ, ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് കാണില്ലേ, പിന്നെന്തിനാ നീ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്? അതും ഇത്രയും തോന്നെ ഭക്ഷണം നീ കഴിക്കാറില്ലല്ലോ. എനിക്കിപ്പോൾ നല്ല വിശപ്പാണ്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ കഴിക്കാലോ വിശപ്പ് തോന്നുമ്പോൾ. എന്തായാലും എനിക്ക് വർക്കുണ്ടാമേ, ഞാൻ റൂമിൽ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു ഫ്ലാസ്കിൽ ചായയും ഗ്ലാസും അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് മുകളിലേക്ക് പോവാണ്. ഈ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മാത്രമേ അറിയൂ എന്ന് പത്മം പറയുന്നുണ്ട്. ദീപ്തിയെ കഴിക്കാൻ വിളിച്ചെങ്കിലും ദീപ്തി ആ റൂം വിട്ട് എവിടേക്കും വരുന്നില്ല. അങ്ങനെ വേദ അവിടെ പോയി വിക്രമിന് ഭക്ഷണമൊക്കെ കൊടുക്കാട്ടോ. എന്തായാലും ഈ സുഖവാസം കൊള്ളാം. ഭാര്യ വീട്ടിൽ
നല്ല സുഖവാസ, പണിക്ക് പോവണ്ട, ഒരു ജോലിയും ചെയ്യേണ്ട, ഹാഹാ എന്തൊരു സുഖം. വിക്രമിൻ്റെ കോമഡി കേട്ട് വേദ പറയുന്നുണ്ട്. എന്തായാലും ഒരു കൊലപ്പുള്ളിയാണ് എൻ്റെ വീട്ടിൽ ഒളിഞ്ഞു താമസിക്കുന്നത്, ആ ഒരു ഓർമ്മ വേണം, അധികം വാചകടിയൊന്നും വേണ്ട. അല്ല, നീയല്ലേ എന്നെ ഒഴിവാക്കാനായിട്ട് ഡേവിസ് പേപ്പറിലൊക്കെ ഒപ്പുവെച്ച് എൻ്റെ വീട്ടിലേക്ക് അയച്ചത്, അതൊക്കെ നീ മറന്നോ? അതൊന്നും ഞാൻ മറന്നില്ല, പക്ഷേ ഒരാപത്ത് വരുമ്പോൾ കൂടെ നിൽക്കണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ കൂടെ നിൽക്കുന്നത്. ആ സമയത്ത് വേദിയോട് വിക്രം പറയുന്നുണ്ട്, എന്തായാലും നീയല്ല ആ ഒരു പേപ്പർ അയച്ചെന്ന് എനിക്കറിയാം, ആ വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. ആ സമയത്ത് വേദിയുടെ മുഖത്തെ വിഷമം കണ്ടതും വിക്രമിന് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പിടിപെടുന്നുണ്ട്. അങ്ങനെ വാസവം വന്ന് മാഷിൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയതും ബോധരഹിതയായി താഴേക്ക് വീഴാണ് കമലാമ്മ. കമലയുടെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നുണ്ടെങ്കിലും കമലയ്ക്ക് അകത്താല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. കണ്ണ് തുറക്കാണ്, വല്ലാത്ത തളർച്ച അനുഭവപ്പെടെ. എന്ത് പറ്റി കമലെ? ഹോസ്പിറ്റലിലേക്ക് പോവാം വേണ്ടെന്ന് പറഞ്ഞിട്ടും കമലെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും BP എല്ലാം വളരെ ലോ ആയിട്ടുണ്ടാവും, ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്യണം എന്ന് ഡോക്ടർ പറയുമ്പോൾ അതേ എന്ന് അവരും സമ്മതിക്കാണ്. അങ്ങനെ കമലാമ്മയെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാനട്ടോ വളരെ ക്ഷീണിതനും പരവേശിയായി കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് വിക്രമും വേദയും ഇവിടെ വീട്ടിലായിരിക്കും. ആ സമയത്ത് വേദയുടെ ഫോണിലേക്ക് ശ്രീജയുടെ കോള് വരുന്നുണ്ട്. എന്താ ശ്രീയെടുത്തി? അത് പിന്നെ അമ്മ വീണെന്നോ? അതെ, വാസവനും ഗുണ്ടകളും വന്ന് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി, വിക്രമിനെ കിട്ടാത്തതിൻ്റെ പേരിൽ അച്ഛനെയും അവർ ഉപദ്രവിച്ചും. അയ്യോ, എന്നിട്ട് അമ്മയ്ക്കിപ്പോൾ തീരെ വയ്യാതെ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ വേദ ഹോസ്പിറ്റലിലേക്ക് പോവാം തീരുമാനിക്കുക. വിക്രം ഇവിടെ ഇരിക്കണം. അയ്യോ വേദ, നീ പോയാൽ ആരെങ്കിലും നിന്റെ റൂമിൽ കയറി നോക്കിയാൽ അതെങ്ങനെ ശരിയാവും? ഇല്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം, അമ്മക്ക് സുഖമില്ല. വിക്രം ദേ തായിരുന്നാൽ മതി, എൻ്റെ റൂമിൻ്റെ വാതിൽ പൂട്ടി പുറത്തേക്ക് ഞാൻ പോയിക്കോളാം. അതുകൊണ്ട് വിക്രം ഒന്നും പേടിക്കേണ്ട, അത് ഞാൻ പോയി കഴിഞ്ഞാൽ ആരും ഈ റൂമിലോട്ട് വരില്ല. അങ്ങനെ പതിവിലും തെറ്റിച്ചുകൊണ്ട് തന്നെ വികേത റൂമിൻ്റെ ലോക്ക് ചെയ്ത് പോകുന്ന കാണുമ്പോൾ വർഷ അതെല്ലാം നോക്കുന്നു. നീ എന്താ റൂം ലോക്ക് ചെയ്ത് പോകുന്നത്? അതെന്താ വർഷേച്ചി, എനിക്ക് എൻ്റെ റൂം ലോക്ക് ചെയ്യാൻ പാടില്ലേ? എനിക്ക് ആവശ്യമുള്ള ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം അതിനുള്ളിലുണ്ട്. എനിക്ക് ഇവിടെയുള്ളവരെ അത്ര വിശ്വാസം പോരാ. ഓ, സ്വന്തം അച്ഛനെയും അമ്മയും വിശ്വാസമില്ലാതായോ? ഒരു ഗുണ്ടയുടെ കൂടെ നടന്ന് വർഷേച്ചി അമ്മയുടെ അച്ഛൻ്റെയും കാര്യമല്ല പറഞ്ഞത് എന്നവൾ പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ റൂം ലോക്ക് ചെയ്യാൻ പാടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് വേദ പോവാണ്. അങ്ങനെ വേദ ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. കമലാമ്മയുടെ അവസ്ഥ കണ്ട് അവർക്ക് വല്ലാതെ വേദന തോന്നാണ്. അങ്ങനെ അവരവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം വീണ്ടും വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വിക്രമിനോട് അമ്മയെ കണ്ട കാര്യം പറയുന്നുണ്ട്. അമ്മയെ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. വിക്രമിൻ്റെ കാര്യം ആലോചിച്ച് വാസവൻ്റെ ഒരു ഗുണ്ടായുസം കൊണ്ട് തന്നെ അമ്മയ്ക്ക് വല്ലാതെ ആദി കയറിയിട്ടുണ്ട്. വിക്രമിനെ എങ്ങാനും കയ്യിൽ കിട്ടിയാലോ എന്നാണ് ഭയം. ഞാൻ നിൻ്റെ അടുത്തുണ്ടെന്ന് നീ അവരോട് പറഞ്ഞോ? ഇല്ല, അറിയാതെങ്കിലും അങ്ങനെ പറഞ്ഞു പോയാൽ മറ്റവരുടെ ചെവിയിലെത്തിയാൽ അത് വിക്രമിന് ആപത്താണ്. തൽക്കാലം ഞാനും നിങ്ങളും മാത്രം ഈ കാര്യം അറിഞ്ഞാൽ മതി. അങ്ങനെയും സമ്മതിക്കാട്ടോ. വർഷ ഈ കാര്യം ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അവളുടെ റൂം ലോക്ക് ചെയ്തിട്ടാണ് പോയത്, അതിലെന്തോ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ഈ വീട്ടിലെ ആരും അവൾക്ക് വിശ്വാസമില്ലെന്നാണ് പറയുന്നത്. ശ്രീകാന്ത് ആലോചിക്കുക, ഇത്രയും കാലമില്ലാത്ത ഒരു പതിവെങ്ങനെ അവൾക്ക് തുടങ്ങിയത്? അറിയില്ല ശ്രീയേട്ട, പക്ഷേ നിങ്ങളുടെ പെങ്ങള് എന്തോ ഒളിക്കുന്നുണ്ട്. ആ സമയത്ത് വാസവൻ്റെയും ഗുണ്ടകളും എല്ലായിടത്തും വിക്രമിന് വേണ്ടി അരിച്ചു പെറുക്കിയെങ്കിലും വിക്രമിനെ എവിടെയും കിട്ടുന്നില്ല. അങ്ങനെ ശ്രീകാന്തും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വേദ തന്നെയാണ് അവനെ ഒളിപ്പിച്ചത്. അവൾ ഇത്രയും കൂസലില്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേദ തന്നെയാണെന്ന് ശ്രീകാന്തിന് മനസ്സിലാവാണ്. അങ്ങനെയാണെങ്കിൽ അവൾ എവിടെയായിരിക്കും അവനെ ഒളിപ്പിച്ചിട്ടുണ്ടാവുക? അവൾ പോകുന്നതൊക്കെ അവൻ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വേദ എവിടെയും പോകുന്നില്ല. ആ പഴയതുപോലെ അവന് പുറത്തേക്കും പോകുന്നില്ല എന്ന കാര്യം ഓർക്കാട്ടോ. അങ്ങനെയാണെങ്കിൽ അവന് ഈ വീട്ടിലാണോ എന്നൊരു സംശയം ശ്രീകാന്തിന് വരുന്നുണ്ട്. അങ്ങനെ ഈ വീട്ടിൽ അവൻ എങ്ങനെ എത്തിക്കും? അതിനുള്ള ധൈര്യം എന്തായാലും അവൻക്കോ അവൾക്കോ ഇല്ല. അങ്ങനെ ശ്രീകാന്ത് രാത്രി ഉറക്കം വച്ച് വേദയെ നിരീക്ഷിക്കാൻ തന്നെ തീരുമാനിക്കാണ്. വേദയുടെ റൂമിന് വാതിലിൻ്റെ അടുത്ത് വന്ന് അവൻ ചെവി ഓർക്കുന്നുണ്ട്, അകത്തെ സംസാരം വല്ലതും കേൾക്കുമെന്ന്. ആ സമയത്ത് വേദയുടെ ചിരിയും അവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് ചെവിയിൽ വരാട്ടോ. വേദയുടെ ആ ഒരു ചിരി, ആരോടാണ് അവൾ ഇത്രയും ഉത്സാഹത്തോടെ ചിരിച്ച് സംസാരിക്കുന്നത്? അങ്ങനെ അവൾക്ക് സംശയം തോന്നാണ്. ആ സമയം വേദ ഫോണിലൂടെ ആവുമോ എന്നൊരു തോന്നല്. അങ്ങനെ വേദയുടെ ഫോണിലേക്ക് അടിച്ചു നോക്കുന്നുണ്ടെങ്കിലും അത് ബിസി അല്ല കേട്ടോ. ആ സമയത്ത് ശ്രീകാന്തിൻ്റെ മനസ്സിൽ ഒരു കൊള്ളിമിന്നൽ പാഞ്ഞു പോകുന്നുണ്ട്. ആ സമയം വിക്രം ഇതിനുള്ളിൽ തന്നെ അന്ന് അവൻ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. അങ്ങനെ ശ്രീകാന്തിൻ്റെ മിസ് കോൾ തൻ്റെ ഫോണിലേക്ക് വന്നതോ വേദ തിരിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? നിൻ്റെ റൂമിൽ
എന്താ ഒരു സംസാരം എൻ്റെ റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതാണോ നിങ്ങളുടെ പണി എന്ന് ചോദിച്ച് വേദ ദേഷ്യപ്പെടുന്നുണ്ട്. ഏയ് എനിക്കങ്ങനെ മറ്റുള്ളവരുടെ റൂമിൽ ഒളിഞ്ഞു നോക്കേണ്ട ഒരാവശ്യവുമില്ല. ആ സമയത്ത് അതും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യാട്ടോ. ശ്രീകാന്ത് എങ്ങാനും കയറി വരുമോ എന്ന ഭയത്താൽ വേദ വിക്രമിനോട് കട്ടിനാളിൽ കയറി ഒളിക്കാൻ പറയാണ്. അതിനുശേഷം വേദ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. എന്നാൽ ശ്രീകാന്തോ ആരും അവിടെ കാണുന്നില്ല. അവൾ ആശ്വസ്തോടുകൂടെ വീണ്ടും അകത്തേക്ക് കയറുക. എന്നാൽ ശ്രീകാന്ത് ഇതെല്ലാം കാണുന്നുണ്ട്. അവൻ അതിനുള്ളിലുണ്ട്, ഉറപ്പാണ്. അവൾ എപ്പോഴായിരിക്കും ഈ പണി ഒപ്പിച്ചത്? രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷമായിരിക്കും അവൾ അവനെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടാവുക. അവൻക്കൊരു പണി കൊടുക്കണം. അവളും അവനും ഈ ജന്മത്ത് നിവർന്നു നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു പണി കൊടുക്കണം. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാണ്. നിങ്ങൾ തിരയുന്ന വരുണിൻ്റെ കൊലപ്പുള്ളി ഇവിടെ വേദയുടെ അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ തന്നെയുണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായി ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു റോങ് നമ്പറിൽ നിന്നാണ് അവൻ വിളിക്കുന്നത്. ശ്രീകാന്താണ് വിളിച്ച് പറഞ്ഞതെന്ന് പോലീസുകാർക്കോ മറ്റാർക്കും അറിയാതിരിക്കാൻ വേണ്ടി ശ്രീകാന്ത് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വിക്രമിനെ തിരഞ്ഞെടുക്കുന്ന പോലീസുകാർ അവിടെ എല്ലാവരും തിരയാണ്. അങ്ങനെ ഒടുവിൽ ജഡ്ജിയുടെ വീട്ടിലേക്കും വരുന്നുണ്ട്. അങ്ങ് രാവിലെ തന്നെ പോലീസ് വാഹനം കണ്ട് ശങ്കരനാരായണൻ ചോദിക്കും, എല്ലാം നിങ്ങളെന്താ ഇവിടെ, എന്തെങ്കിലും കേസുണ്ടോ? അത് പിന്നെ സാറേ, ഇവിടെ ഒരു പ്രതിയെ ഒളിപ്പിച്ചിട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു. ഫോൺ കോളോ? ആര് പ്രതി? ഏത് പ്രതിയെ ഒളിപ്പിച്ചത്? നിങ്ങളുടെ മരുമകൻ തന്നെയല്ലേ വാസവൻ സാറിൻ്റെ മകനെ കുത്തിക്കൊന്നത്? ആ പ്രതിയെ ഈ വീടിനുള്ളിൽ നിന്ന് ഞങ്ങൾക്കൊരു സൂചന കിട്ടി, അതന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഒരു പ്രതി ഇതിനുള്ളിലില്ല. അങ്ങനെയൊക്കെ പ്രതിയെ ഒളിപ്പിക്കാൻ മാത്രം അതം പതിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ ശങ്കരനാരായണൻ പോലീസുകാരുടെ നേരെ തട്ടിക്കയറുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തതിന് പ്രശ്നമുണ്ടോ? അങ്ങനെ വേദക്ക് താഴെ പോലീസ് വന്നതൊക്കെ വേദ കാണുമ്പോൾ വേദക്കാകെ ഭയം തോന്നാട്ടോ. വേദ വിക്രമിനോട് ചെന്ന് പറയുന്നുണ്ട്, വിക്രം, പോലീസ് താഴെ വന്നിട്ടുണ്ട്, ഇവിടെ എന്തോ ഇൻഫർമേഷൻ കിട്ടിയെന്ന്. വിക്രം ഇവിടെ ഉണ്ടെന്ന കാര്യം. അപ്പോഴേക്കും വിക്രം ടെറസിൻ്റെ മുകളിലേക്ക് ഒരു ടാങ്കിൻ്റെ ഉള്ളിലായിട്ട് ഒളിച്ചിരിക്കുകയാണ്. പോലീസ് അവിടെ എല്ലാം അരിച്ച് പെറുക്കുന്നുണ്ട്. എന്നാൽ വിക്രമിനെ കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ വേദക്ക് ആശ്വാസം തോന്നാട്ടോ. അങ്ങനെ വേദ വിക്രം റൂമിലേക്ക് പോകുമെന്നും വിക്രം അവിടെയല്ല, വിക്രം രക്ഷപ്പെട്ട് പോയി കാണും. വിക്രം രക്ഷപ്പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവണേ. ആ സമയം ശ്രീകാന്ത് താൻ ചെയ്തത് വലിയ അബദ്ധമായിപ്പോയെന്നും അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇട്ട് തീർക്കണമായെന്ന് ഇപ്പം രക്ഷപ്പെടാൻ കൂടെ ഒരു വഴിയൊരുക്കിയത് താനാണെന്ന് ഒരു തോന്നൽ ശ്രീകാന്തിനുണ്ട്. അങ്ങനെ ശ്രീകാന്തിനാകെ നിരാശയാവട്ടെ. താൻ ചെയ്തത് വലിയൊരു മണ്ടത്തരായിപ്പോയെന്ന് വിക്രം അവിടെ ഉണ്ടെന്ന കാര്യം അവൻക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞു. വേദക്കും ഉള്ളിലും അങ്ങനെ ഒരു ആശ്വാസമാട്ടോ. വിക്രം രക്ഷപ്പെട്ടു പോയല്ലോ, ആ ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ വിക്രം പകലെല്ലാം ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുക. രാത്രിയാകുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നേരെ സാബു ആണ്. ആ സമയത്ത് സാബു അവൻ്റെ ബൈക്കിൽ SI സാബു ഉണ്ടല്ലോ, ബൈക്കിൽ പോണ സമയത്ത് ആ ഒരു ബൈക്കിന് ക്രോസായിട്ട് നിൽക്കാട്ടോ. അങ്ങനെ എന്താടാ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ഇറങ്ങുന്നുണ്ട്. ആ സമയം വിക്രമിനെ കാണാണ്. വിക്രം മുഖം ഒരു തുണി കൊണ്ട് മറച്ചുകൊണ്ട് തന്നെ വിക്രമിനെ മനസ്സിലാവുന്നില്ല. നന്നായിട്ട് തന്നെ CI സാബുവിനെ അടിച്ചൊടിക്കുന്നുണ്ട് കേട്ടോ. കാലുകളൊക്കെ നല്ല മുറിവ് ഏൽപ്പിച്ച് തന്നെയാണ് വിക്രം വിടുന്നത്. പിന്നെ അവൻ അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അമ്മയുടെ അവസ്ഥ കണ്ട് അവനക്ക് വല്ലാതെ വിഷമം ഒക്കെ തോന്നിയിട്ട് അവൻ അമ്മയെ ആശ്വസിക്കുന്നുണ്ട്. മോനെ, നീ ഇതെവിടെയാണ്? നിനക്ക് എന്താ പറ്റിയത്? അമ്മ പേടിക്കേണ്ട, ഒന്നും അമ്മക്ക് സംഭവിക്കില്ല. അമ്മ എന്നെ ഓർത്ത് വിഷമിക്കരുത്. ഞാൻ ഒരിക്കലും അവരുടെ കയ്യിൽപ്പെടില്ല. വേദ ശ്രമിക്കുന്നുണ്ട് എന്നെ രക്ഷപ്പെടുത്താനായിട്ട്. വേദയോ? അതെ, അവൾ തന്നെ. അവൾ പരമാവധിയൊക്കെ സത്യം അവൾ കൊണ്ടുവരും. വരുണിനെ കൊന്നത് ഞാനല്ലെന്ന് അവൾ തെളിയിക്കും. അതുവരെ എനിക്ക് ഒളിവിൽ കഴിഞ്ഞേ മതിയാവൂ. ഒരിക്കലും വാസവൻ മറ്റുള്ള കണ്ണിൽ ഞാൻ പെടില്ല. വേദ എൻ്റെ കൂടെയുണ്ടെന്ന് വിക്രം അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ വിക്രമിന് വേണ്ടി തെരച്ചിൽ നടക്കുകയാണ്. അതിനിടയിൽ വിക്രം വേദ തൻ്റെ നിലപാട് അവിടെ വരുണിൻ്റെ കേസ് യഥാർത്ഥ കൊലയാളിയെ പിടിക്കാനല്ല ഒരുക്കത്തിലായിരിക്കും. പുളിക്കനെ സംശയം തോന്നി പുളിക്കനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുളിക്കൻ്റെ വായിൽ നിന്ന് സത്യങ്ങൾ വീയാൻ. എന്നാൽ ശ്രീകാന്തിൻ്റെ പേരൊന്നും പുളിക്കൻ പറയുന്നില്ല. ഒടുവിൽ നമ്മളെ വേദ തന്നെ സത്യങ്ങൾ തെളിയിക്കുന്ന ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.